ജീവിതത്തിലെ ഏതു സന്ദർഭങ്ങളിലും തഖ്വ നിലനിർത്തുന്ന, പതറിപ്പോകുന്ന, മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാകായേക്കാവുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നല്ല കരുത്തുള്ള തഖ്വ, തെളിമയുള്ള സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു നമ്മിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് കേട്ട ഒരു പദമാണ് വസിയ്യത്ത് എന്നത്. നിർദ്ദേശം, ഉപദേശം എന്നൊക്കെയാണ് സാധാരണ അതിനെക്കുറിച്ച് പറയാറുള്ളത്. തൻ്റെ വാക്കുകൾ കേൾക്കുമെന്നും അനുസരിക്കുമെന്നും ഉറപ്പുള്ള ആളുകളോട് ഏറെ പ്രതീക്ഷയോടെയും ഗുണകാംക്ഷയോടെയും നൽകുന്ന സതുപദേശങ്ങളും സമാനമായ ഉണർത്തലുകളും ഒക്കെയാണ് വസിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കളൊക്കെ അല്ലെങ്കിൽ അപ്പ ഉമ്മ ഒക്കെ മക്കൾക്ക് വസിയ്യത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇന്നതുപോലെയൊക്കെ ചെയ്യണം എന്ന് പറയും. അവരുടെ അന്ത്യനാളുകളിലും മരണസമയത്തൊക്കെ അത് കൊടുക്കാറുണ്ട്. പ്രവാചകൻ സഹാബികൾക്ക് നൽകിയ ഒരു വസിയ്യത്തിൻ്റെ സന്ദർഭം ഇമാം തുർമുദി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലൂടെ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ പ്രവാചകൻ പറഞ്ഞത്, മൈ യഖുദു അന്നി ഹഉലാഇൽ കലിമാത്ത്. പ്രവാചകൻ ചോദിച്ചു, ആരാണ് എൻ്റെ അരികിൽ നിന്ന്, എൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഈ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കുകയും അതുപോലെ ഫയഅമലു ബിഹിന്ന, ആ കേട്ട ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും അത് പ്രവർത്തിക്കുകയും, ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, ആരെങ്കിലും ഈ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് പഠിപ്പിച്ചും പറഞ്ഞും കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു ആണ് എഴുന്നേറ്റത്. ഞാനത് ചെയ്യാം. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കൈകൾ ചേർത്തു പിടിച്ച് തൻ്റെ ശരീരത്തോട് ചേർത്ത് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വസിയ്യത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് ഇത്തഖിൽ മഹാരിം എന്നാണ്. ഹറാമുകൾ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ഹറാമിനെ നീ സൂക്ഷിച്ചു നിൻ്റെ ജീവിതം നയിച്ചാൽ തക്കുൻ അഅ്ബദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഇബാദത്തെടുത്ത ആൾ നീയാകുമെന്നാണ്. ആബിദ് നീയാകും. സാധാരണ നമ്മൾ പറയാറുള്ളത് നന്മകൾ പ്രവർത്തിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയും. നോമ്പെടുക്കുക, സക്കാത്ത് നൽകുക, നമസ്കരിക്കുക, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഇബാദത്തുകളാണ്. ഇങ്ങനെ ഇബാദത്തുകൾ പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രവർത്തിച്ചാൽ മാത്രം ആബിദാകുമോ? ഇത്തഖിൽ മഹാരിം, ഹറാമുകളിൽ നിന്ന് പാടെ വിട്ടുനിൽക്കുക എന്നത് ഇബാദത്താണ്. അപ്പോൾ ജനങ്ങളിൽ ഏറ്റവും വലിയ ആബിദ് എന്നതിൻ്റെ സ്ഥാനം ഒരാൾക്ക് കൈവരുന്നത് ഹറാമുകളിൽ നിന്ന് എന്ത് ചെയ്യുക, മാറി നിൽക്കുക എന്നതാണ്. ഹറാമുകൾ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെ കൃത്യമായി ഇസ്ലാം ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ നിസ്കരിക്കേണ്ട, അവർ അല്ലേ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ദീനീ പ്രവർത്തനങ്ങളിലെ സാമൂഹ്യ സേവന രംഗങ്ങളിലുണ്ട്. പക്ഷേ ഹറാമുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെടുന്നു. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത് ഹുഫത്തിൽ ജന്ന ബിൽ മക്കാരിഹി വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. സ്വർഗമെന്നത് ഒരുപാട് ദുർഘടമായ, അല്ലേ, ഒരുപാട് ദുർഘടമായ പാതകളിലൂടെ ജീവിതം സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ പോയാൽ ലഭിക്കുന്നതാണ് സ്വർഗം. പക്ഷേ ഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്, നരകം ലഭിക്കാൻ ഒന്നും വേണ്ട, നമ്മുടെ ദേഹേച്ഛകൾ, അല്ലേ, നമ്മുടെ മനസ്സിൻ്റെ താല്പര്യമാണ്. ആ താല്പര്യങ്ങൾ നമ്മൾ പിൻപറ്റിയാൽ മതി. ഞങ്ങളുടെ ദേഹേച്ഛകളിലൂടെ പോയാലും എന്തു ചെയ്യും, നരകം നമ്മുടെ അടുത്ത് വന്നു ചേരും. അപ്പോൾ ഹറാമും വിലക്കപ്പെട്ടതും ആയ കാര്യങ്ങളിൽ
എത്രമാത്രം സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. നമ്മൾ സാധാരണ പടച്ചോനോട് പറഞ്ഞാലും പടപ്പുകളോട് പറഞ്ഞാൽ എന്താ, ഞാൻ നിസ്കരിക്കുന്നില്ലേ, ഞാൻ നോമ്പ് തോൽക്കുന്നില്ലേ, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമാണോ ഇസ്ലാം ദീൻ? അത് മാത്രമാണോ മോക്ഷത്തിൻ്റെ മാർഗമല്ല. ഹറാമുകളിൽ നിന്ന് എന്ത് ചെയ്യാം, വിട്ടു നിൽക്കുക. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ പറഞ്ഞത് വഫീ ബുദ്ഇ അഹദിക്കും സദഖ, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഭാര്യമാരുമായി സംസർഗം പുലർത്തുമ്പോൾ, ലൈംഗികമായ വേഴ്ചയിലേർപ്പെടുമ്പോൾ, ബന്ധത്തിലേർപ്പെടുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ അങ്ങനെ സമീപിക്കുന്ന പുണ്യമാണെന്ന് പറഞ്ഞു. സഹാബികൾ ചോദിക്കുന്നുള്ളൂ, ഏതു അഹദുനാ ശഹ്വതഹു വയകൂനു ലഹു ഫീഹാ അജ്ർ. സഹാബികൾ ചോദിക്കുന്നത് എന്താ, ഞങ്ങളിൽ ഒരാൾ ദേഹേച്ഛ കൊണ്ടല്ലേ, അവൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം തീർക്കാനല്ലേ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നത്. അതെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പ്രതിഫലത്തിന് അർഹമാണ് എന്നാണോ റസൂലെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഹറാമായൊരു ബന്ധത്തിൽ, ഭാര്യയ്ക്കു പകരം ഹറാമായൊരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ വ്യഭിചരിച്ചു എങ്കിൽ അതിന് ശിക്ഷയുണ്ടോ? അതിന് കുറ്റം കിട്ടുമോ? അത് പാപമാണോ? അതിന് നിങ്ങൾ ശിക്ഷിക്കപ്പെടുമോ? സാഹിബ് പറഞ്ഞു, അതെ. എങ്കിൽ ഹലാലായ ഒരു ബന്ധം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി നടത്തുമ്പോൾ അതിൽ പുണ്യവുമുണ്ട്. നോക്കൂ, അപ്പോൾ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കലല്ല, ഹലാലുകളായ ആൾക്ക് ആയത് അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടത് ഉപയോഗിക്കുകയോ ഇബാദത്തുകൾ ചെയ്യുകയോ മാത്രമല്ല ജീവിതം, മറിച്ച് മനുഷ്യൻ പരാജയപ്പെടുന്ന ഒരു രംഗത്തെ വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. കണ്ടു, ഒരു ഹറാമായ ബന്ധത്തിൽ പോയാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട്, നിങ്ങളതൊക്കെ പാപമാണ്, അത് കുറ്റമാണ്, അത് നിങ്ങളുടെ അക്കൗണ്ടിൽ തിന്മയായി വകവയ്ക്കും. തുലാസ് തൂങ്ങുമ്പോൾ തിന്മയുടെ ഭാഗം തൂങ്ങുന്നിടത്ത് നിങ്ങൾ ഈ പറഞ്ഞ തെറ്റ് ചെയ്തതിൻ്റെ ഫലവും അതിൽ കാണും. മനസ്സിലായോ? അവിടെ വളരെ ഗുണകാംക്ഷാപരവും വളരെ പോസിറ്റീവുമായ ഒരു പരാമർശം അല്ലാഹുവിൻ്റെ റസൂൽ നടത്തിയാണ്ടോ. അതായത് വീട്ടിൽ ഉള്ള ഭാര്യയായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന് കൂലി നൽകുന്നൊരു മതം. എന്നാലോ ഹറാമായതിലാണ് ആ ബന്ധമെങ്കിലോ അതിന് ശിക്ഷ നൽകുന്നത്. നോക്കൂ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഉള്ള സംഭവങ്ങൾ നമുക്ക് സൂറത്ത് യൂസുഫിലടക്കം കാണാൻ കഴിയും. അവിടെ ഇംറഅത്തുൽ അസീസ്, അവിടുത്തെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലാണ് യൂസുഫ് നബി ജീവിക്കുന്നത്. ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്. അപ്പോൾ യൂസുഫ് നബിയെ ഇംറഅത്തുൽ അസീസ്, അവിടുത്തെ ഭരണാധികാരിയുടെ ഭാര്യ പ്രലോഭിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്ത സന്ദർഭം ഖുർആൻ പറയുന്നുണ്ട്. വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ്. അവിടെ പറയുന്നത്, ഈ അസീസിൻ്റെ ഭാര്യ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു, തൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചു, വാതിലുകൾ അടച്ചു. വക്കാലത്ത് ഹൈത്തലക്ക്, എന്നിട്ട് അവൾ പറഞ്ഞു, ഇങ്ങോട്ട് വാ, എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞു. ആരും അറിയാൻ പോകുന്നില്ല. മനസ്സിലായോ? ഒരു വ്യഭിചാരിണിയായി ജീവിക്കുന്ന ഒരു പെണ്ണുമല്ല. ഒരു വ്യഭിചാരിണിയുടെ അടുത്തേക്കാണോ പോയത്? അല്ല, അങ്ങനെ ഒരു പെണ്ണിൻ്റെ അടുത്തേക്കല്ല പോയത്. ഒരുപാട് സമ്പത്തും അധികാരവും ഒക്കെ ഉള്ള ബ്രാഡ്ലി, ആരും അറിയാനും പോകുന്നില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, യുവാവായ യൂസുഫ് വിദേശിയാണ്, അവിടെ ആ നാട്ടിലേക്ക് വന്ന ഒരാളാണ്. നമുക്കറിയാം ആ സാഹചര്യമൊക്കെ. അവിടെ അസീസിൻ്റെ കൊട്ടാരത്തിൽ വളരാൻ സുമുഖനായ ഓമനത്തമുള്ള കുഞ്ഞായിരുന്നു. അസീസിൻ്റെ കയ്യിൽ അത് എത്തപ്പെട്ടു. അസീസ് അതിനെ വളർത്തി സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൻ്റെ പേരിൽ അനുഭവിച്ച ഭീഷണി നമുക്കറിയാം, അല്ലേ? അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഈ വിളിച്ച സന്ദർഭത്തിൽ, ഖാല മആദല്ലാഹ്, അല്ലാഹുവിൽ ശരണം, ഇന്നഹു റബ്ബി അഹ്സനു മത്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അദ്ദേഹം പറഞ്ഞത് അല്ലാഹുവിൽ ശരണം, പറ്റൂല, എനിക്കത് ചെയ്യാൻ പറ്റൂല. എനിക്ക് എൻ്റെ റബ്ബ് ഏറ്റവും മികച്ചൊരു പര്യവസാനം, ഒരഭയ കേന്ദ്രം അള്ളാഹു എനിക്ക് തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതിക്രമകാരികൾക്ക് അള്ളാഹു ഒരിക്കലും വിജയം തരൂല എന്ന് അദ്ദേഹത്തിനവിടെ പറയാൻ കഴിഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഒരുപാട് ഭീഷണി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ജയിൽവാസം നേരിടേണ്ടി വന്നു. ഈ സന്ദർഭത്തിൽ ആ രാജ്ഞിയെ യൂസുഫ് നബി ഉപദേശിക്കുന്നുണ്ട്, വസ്തഗ്ഫിരി ലിദംബിക്,
ഇന്നക്കി കുന്തി മിനൽ ഖാത്തിഈൻ, നീ നിൻ്റെ രക്ഷിതാവിനോട് റബ്ബിനോട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. തെറ്റുകൾ പറ്റിപ്പോയാൽ എന്ത് ചെയ്യണം എന്നതിൻ്റെ ഖുർആനീക ഉപദേശം കൂടിയാണത്. ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെ പറ്റിപ്പോയി, അതല്ലെങ്കിൽ അത്തരം തിന്മകളിലേക്ക് ഒരാളെ ക്ഷണിക്കുകയോ തെറ്റായ ഒരു ചിന്ത പോലും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ്, പഠിച്ചോനെ, ഞാൻ ചിന്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു, ഞാൻ പെരുമാറാൻ പാടില്ലാത്തൊരു പെരുമാറ്റമായിരുന്നു, ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയായിരുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ ജീവിതത്തിൽ സംഭവിക്കാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ നടത്തണമെന്നാണ് രാജ്ഞിയെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിക്കുകയാണ്. ഇന്നക്കി കുന്തി മിനൽ ഖാത്തിഈൻ, നിനക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിൻ്റെ പാപത്തിൻ്റെ തെറ്റിൻ്റെ പേരിൽ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. അദ്ദേഹത്തെ ജയിലിലടക്കൂന്ന് പറഞ്ഞല്ലോ, ജയിലിലടക്കുകയും ചെയ്തു. ആ പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖാല റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനീ ഇലൈഹി, അവരെന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ജയിൽ തന്നെയാണ്. നോക്കൂ, ഒരു തിന്മ ചെയ്യാൻ പ്രചോദനം നൽകപ്പെട്ട് പ്രലോഭനം നൽകപ്പെട്ട ഒരു പ്രവാചകൻ അവിടെ സ്വീകരിക്കുന്ന സമീപനമാണെന്ന്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്തു എന്നത് പറഞ്ഞ് തിന്മകളുടെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നാൽ വലിയ കഷ്ടമാണ്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിൻ്റെ റസൂൽ അത്ഖന്നാസ് എന്ന് വിളിച്ചത്. അത്ഖന്നാസ്, ജനങ്ങളിൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവൻ എന്ന് വിളിച്ചത്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, യൂസുഫ് നബിയുടെ സംഭവം ഉദ്ധരിച്ചിട്ട്, ഹുനാ തുദ്ഹിറു ഉബൂദിയ്യത്തുലില്ലാഹ്, ഇവിടെ വളരെ കൃത്യമായി അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഉബൂദിയ്യത്ത്, അള്ളാഹുവിന് വളരെയേറെ വിധേയപ്പെടുന്ന ഒരു പ്രവാചകനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് എന്ന പരാമർശമാണ് ഉബൂദിയ്യത്ത്, മനസ്സിലാക്കണം. അഥവാ അള്ളാഹിനെ ഭയപ്പെടുക എന്നത്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് ഇബാദത്താണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയും, ലാഫി സ്വലാത്തി റക്കായത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ കാണിക്കണ ഒരു സൂക്ഷ്മത ഉണ്ടല്ലോ, അതല്ല അത്. ഒരു വിധേയത്വമുണ്ടല്ലോ, ഉബൂദിയ്യത്ത്, അള്ളാഹുവിനോടുള്ള ആരാധ്യ മനോഭാവം, അതുപോലെയല്ല അത് എന്ന് പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ സാധാരണ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ തഖ്വ, നിസ്കാരത്തിൻ്റെ അടുക്ക് നമ്മൾ വിചരിക്കണ്ടോ ഇല്ല, നിസ്കാരത്തിൻ്റെ അടുക്ക് നമുക്ക് കളവ് കൊടുത്തുന്നുണ്ടോ ഇല്ല, നിസ്കാരത്തിൻ്റെ അടുക്ക് നമ്മൾ എന്താണ് ആരെയും ചീത്ത പറയുന്നുണ്ടോ ഇല്ല, ആ സമയത്ത് എന്തായി? ഭയങ്കര തഖ്വ. അങ്ങനെയാണോ ശരിക്കും ദീനുൽ ഇസ്ലാം? അല്ല. പല ആളുകളും നമസ്കരിക്കും, നോമ്പെടുക്കും, സക്കാത്ത് കൊടുക്കും, സൽപ്രവർത്തനങ്ങൾ ചെയ്യും, പക്ഷേ സ്വകാര്യമായി തിന്മകൾ ചെയ്യും. ഇതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. എന്താ? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സമൂഹം, ഒരു കൂട്ടം ആളുകൾ അല്ലേ, അത് നിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. തിഹാമ പർവ്വതത്തിന് സമാനമായ അമലുകളായിട്ട് വരാം. വലിപ്പത്തെ സൂചിപ്പിക്കാനെന്ന് അറബികൾ ഉപയോഗിച്ച ഒരു പർവ്വതമാണ് തിഹാമ. അത്ര വലിപ്പമുണ്ടായിരുന്നു. അത്രയും വലിയ പ്രതിഫലമായി, അത്രയും വലിയ നന്മകളുമായിട്ട് വരുന്ന. ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഈ നന്മകൾ, നമ്മൾ ഈ ചെയ്യുന്ന നന്മകളൊക്കെ തന്നെയാണ്. ഈ നന്മകളുമായി വരുന്ന ആ കർമ്മങ്ങളൊക്കെയും പ്രതിഫലത്തിന് പകരം ചിതറിയ ധൂളികളെപ്പോലെ പൊട്ടിപ്പടലങ്ങളാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ സീറോയി പോവും. അവിടെയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ആരാണ് റസൂലേ? അതിനെക്കുറിച്ചൊന്ന് കൃത്യമായി പറഞ്ഞതാ ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റസൂലുള്ള പറയാം, നിങ്ങളിൽപ്പെട്ടവരാണത്. ഒഴിഞ്ഞ അവസ്ഥയിൽ, ഒറ്റക്കാകുമ്പോൾ, ഏകാന്തതയിൽ, വേറെ ആരും കാണാനില്ലാത്തപ്പോൾ ഹറാമുകൾ ചെയ്യുന്നതിന് അവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല, അവർ ചെയ്യുന്ന. അങ്ങനെയുള്ളവരുടെ സൽക്കർമ്മങ്ങളുടെ വലിയ പട്ടിക പരാജയത്തിൻ്റെ പടച്ചോനെ എത്രമാത്രം നമ്മൾ ഭയപ്പെടണം. ഹറാമ്, വിലക്കപ്പെട്ട കാര്യങ്ങൾ പലതും, അത് വ്യഭിചാരം മാത്രമാണെന്നുണ്ടോ, കളവ് മാത്രമാണെന്നുണ്ടോ, അങ്ങനെ പലതുമുണ്ട്. നമ്മൾ ഒറ്റയായിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കള്ളത്തരങ്ങൾ, അല്ലേ? നമ്മൾ വേറെ ആരും ഇല്ലാത്തപ്പോഴാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരാളെക്കുറിച്ച് നമ്മൾ പറയുന്നത്, നമുക്ക് യാതൊരു അറിവില്ല അതിനെക്കുറിച്ച്, ഊഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്, ഒരു സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്, മനുഷ്യരെ തമ്മിൽ അകറ്റുന്നത്, കുടുംബ ബന്ധങ്ങളിൽ ഛിദ്രത ഉണ്ടാക്കുന്നത്, ജ്യേഷ്ഠാനുജന്മാരെ തെറ്റിക്കുന്നത്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ വഷളാക്കുന്നത്, ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്ന വർത്തമാനങ്ങളിൽ ഏർപ്പെടുന്നത്,
ഇങ്ങനെ ലോകത്തും രാജ്യത്തും വിപത്തും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും സാധാരണ നമ്മൾ ചെയ്യലപ്പോഴാ നമ്മൾ രഹസ്യമായിരിക്കുമ്പോഴല്ല എല്ലാവരും കാണുകയെന്നോ അല്ല, എല്ലാ ഈ കുതന്ത്രങ്ങളും. അങ്ങനെയുള്ളവർക്ക് ഒന്നും കിട്ടൂല. ഒരു സഹാബി ഉണ്ടായി, മർസദ് ബിനു അബി മർസദിൽ ഓനവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മക്കയിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മക്കയിലെത്തിയല്ലോ. അപ്പോൾ ഹിജ്റ പോകാൻ പറ്റാതെ കുറേ മക്കയിലുള്ള വിശ്വാസികളായ ആളുകളെ അവരുടെ വീട്ടുകാർ തടവിൽ പാർപ്പിച്ചു, മദീനയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അവർ വീട്ടുതടങ്കലിലും അവിടെ ഇവിടെയൊക്കെ ബന്ധനസ്ഥരാക്കിയിട്ടു. അവരെ വിട്ടില്ല. ഞങ്ങൾക്ക് റസൂലിൻ്റെ കൂടെ പോകണം, അവിടെ പോയി ജീവിക്കണം, മദീനയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകളെ രാത്രിയിൽ വന്നിട്ട് മോചിപ്പിച്ച് കൊണ്ടുപോകുന്ന അവരെയൊക്കെ മോചിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നൊരു സഹാബിയാണ്. അത്ര ധൈര്യവാനായ ഒരു സഹാബിയാണ് മർസദ് ബിൻ അബി മർസദിൽ വനബി. അദ്ദേഹം ഒരാൾക്ക് വാക്ക് കൊടുത്തു, ഞാൻ മോചിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത ആളെ മോചിപ്പിക്കാൻ ഒരിക്കൽ അദ്ദേഹം വന്നു. രാത്രിയിലാണ് അദ്ദേഹം വരുന്നത്. വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ജാഹിലിയത്തിലായിരുന്നപ്പോൾ പ്രണയിച്ചിരുന്നൊരു പെണ്ണുണ്ട്, അനാക്ക എന്ന് പറഞ്ഞിട്ട്. ഈ അനാക്കയെ കണ്ടു. അപ്പം അനാക്ക പറഞ്ഞു, നീ വാ, നമുക്ക് രാത്രി ഇന്ന് ഒന്നിച്ച് ക്ഷയിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്നല്ലാഹ ഹറമൽ സിന. അള്ളാഹു സിന, പണ്ട് കാലത്ത് ജാഹിലിയത്തിലാവുന്നൊരു വിഷയം ഉണ്ടായില്ല, പക്ഷേ ഇസ്ലാമാണ് കടന്നു വന്നിട്ടുള്ളത്. നൈർമല്യമുള്ള മതമാണ് കടന്നു വന്നിട്ടുള്ളത്. സൂക്ഷ്മത പാലിക്കേണ്ട ഒരു മതമാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നല്ലാഹ ഹറമൽ സിന, സിന വ്യഭിചാരം അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് എന്നോ. ഇതിൽ അനാക്കക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അനാക്ക ആ രൂപത്തിൽ ജീവിക്കുന്ന സുന്ദരിയായൊരു പെണ്ണ. അനാക്ക പറഞ്ഞു, നീ ചെയ്യുന്ന ഈ കാര്യമുണ്ടല്ലോ, ഈ തടവുകാരെ മോചിപ്പിക്കൽ, ഇത് ഞാൻ ആളുകളോടൊക്കെ പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് പീഡിച്ചു. പക്ഷെ വഴങ്ങിയില്ല, മർസദ് വഴങ്ങിയില്ല. മർസദ് അന്ന് രാത്രി ഒരു ഗുഹയിൽ, രാവും പകലൊക്കെ ഗുഹയിൽ താമസിച്ചിട്ട് ഒളിച്ചിരുന്നിട്ട് അവിടെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി അനാക്ക. അപ്പോഴേക്കും അദ്ദേഹം ഓടി ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആ വാക്ക് പറഞ്ഞ ആളെയും രക്ഷിച്ചു മദീനയിൽ ചെന്ന് നബിയോട് ചോദിച്ചു, എന്തായാലും അനാക്ക പണ്ട് എൻ്റെ മനസ്സിൽ കയറി കൂടിയൊരു പെണ്ണാണ്, അപ്പോൾ അവളെ ഒന്ന് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് നബിയോട് ചോദിച്ചു. നബി അപ്പം മറുപടി പറഞ്ഞില്ല. പിന്നെ ആയത്തിറങ്ങി, എന്ത്? സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക വസാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്. വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് അവതരിച്ചു അല്ലേ. വ്യഭിചാരിണിയായ ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ മുശ്രിക്കത്തായ ഒരു പെണ്ണിനെ വ്യഭിചാരിണിയല്ലാതെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല. ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്കിൻ. ഒരു വ്യഭിചാരിയെ വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ മുശ്രിക്കിനെ വിവാഹം കഴിക്കുന്നത് ആരാണ്? ഒരു മുശ്രിക്കോ ഒരു വ്യഭിചാരിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മർസദിന് അത് അനുവദിക്കപ്പെട്ടില്ല എന്നർത്ഥം. ഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ. മുഅ്മിനീങ്ങൾക്കത് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം തിന്മയിൽ അഭിരമിക്കുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പഠിപ്പിച്ച മർസദിനത് വിലക്കിന. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് ഇസ്ലാമിൽ എന്തുമാത്രം പ്രാധാന്യമുള്ള. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ പിഴച്ചു പോകാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അല്ലേ. ഈ വ്യഭിചാര ജോലി നടത്തുന്ന ആളുകൾ പോലും അവരുടെ മൊബൈലാണ് ഇപ്പോൾ അതിനുപയോഗിക്കുന്നത്. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിൽ വിളിക്കുക, രഹസ്യമായി ആരും അറിയാതെ. ഇന്നത്തെ കാലത്ത് നിയമങ്ങളനുസരിച്ച് അത് പരിഷ്കരിക്കപ്പെട്ടു. ഒരാണും പെണ്ണും ഉഭയകം സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി തെറ്റല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ തെറ്റല്ലാത്ത എന്തൊക്കെ കാര്യമുണ്ട്? മദ്യപാനം തെറ്റല്ലാത്ത കാര്യം, അങ്ങനെ പലതും. പക്ഷേ ഇസ്ലാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷ നൽകേണ്ട, ദീർഘകാലം ശാശ്വതമായി വസിക്കേണ്ട ഒരു ലോകത്ത് നമുക്ക് ആശ്രയമേകേണ്ട മതമാണ് ഇസ്ലാം. നമുക്ക് ഈ ലോകത്ത് മാത്രം ജീവിക്കാൻ ഉതകുന്ന, അതിന് മാത്രമുള്ളതല്ല ഇസ്ലാം. ഇസ്ലാം ഈ ലോകത്തും സമാധാനത്തോടെ ജീവിക്കാൻ നമ്മൾ സഹായിക്കുന്നില്ലേ എത്രയോ കാര്യങ്ങളിൽ അല്ലേ. നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കുന്നതിലെ, ക്ഷമാവലംബിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ സഹിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ, നല്ല വാക്കുകൾ പറയുന്നതിലൂടെ കിട്ടുന്ന ഊഷ്മളമായ ബന്ധങ്ങൾ ഒക്കെ പ്രധാനം ചെയ്യുന്ന ഇഹലോകത്തെ സൗഭാഗ്യം പോലെ നമുക്കിനി കാലാകാലം, ഇവിടെ എത്ര കാലമുണ്ട്? നമ്മുടെ ഇപ്പോൾ ഒരു മധ്യവയസ്ക പിന്നിട്ട് 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ ചിന്തിക്കുന്നത്, പണ്ടത്തെ കാലം എന്ത് പെട്ടെന്ന് കഴിഞ്ഞു പോയതല്ലേ. നമ്മളെവിടെയെങ്കിലും ആ യുവത്വത്തിൽ തന്നെ നമ്മളെ തടച്ചിട്ടോ? 21 വയസ്സാകുമ്പോൾ നീ ഇവിടെ നിൽക്ക്,
ഇപ്പം നീ 22 ആകണ്ട, അല്ലെങ്കിൽ 35 വയസ്സാകുമ്പോൾ നീ ഇനി 36 ആകണ്ട, 40 ആകണ്ട, 50 ആകണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയോ, അതതിൻ്റെ വഴിക്ക്. ഒരു ടെക്നോളജി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അതതിൻ്റെ വഴിക്ക് പോകും, നമ്മളും മരിക്കും. വാപ്പാക്ക് മുമ്പേ മകൻ മരിക്കും, മകന് മുമ്പേ വാപ്പ മരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിക്കണം. നമ്മൾ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത്, ഇബാദത്തുകൾ മാത്രം ചെയ്ത് ജീവിക്കലല്ല യഥാർത്ഥത്തിൽ ആബിദ് എന്ന് പറഞ്ഞാൽ. ഇത്തക്കൽ മഹാരിം, ഹറാമുകൾ, അള്ളാഹ് നിഷേധിച്ച, നിരോധിച്ച, വിലക്കിയ ഏതൊക്കെ കാര്യങ്ങളുണ്ട്, ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വിലക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഇബാദത്തെടുത്തവർ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ശേഷം ക്ഷമ അവലംബിക്കേണ്ട ഒരു കാലം വരുന്ന, ഇന്ന മിൻ വറാഇകും അയ്യാമുസ് സ്വബ്റു ഫീഹിന്ന കഖബ്ദിൽ ജംരി ലിൽ ആമിലി ഫീഹാ. എന്താ പറഞ്ഞത്? അതായത് നിങ്ങൾക്ക് ക്ഷമ അവലംബിക്കേണ്ട ഒരു കാലം വരെ. ഏതുപോലെ? കയ്യിലിങ്ങനെ തീക്കട്ട പിടിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ പിടിക്കേണ്ട ഒരവസ്ഥ എന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ ഈമാനിനെ സംരക്ഷിക്കേണ്ട അവസ്ഥ വരുന്നു. പെട്ടുപോണ ഒരവസ്ഥ, കൺമുന്നിൽ തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും വരുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിടിച്ചു നിൽക്കണം നമ്മൾ. സബറിൻ്റെ ഒരു കാലം ലോകം നമ്മൾ തീർത്താൽ സ്വർഗം നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിടിച്ചു നിൽക്കുന്നവരുടെ അജുർ 50, 50 ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്ത പ്രവൃത്തിയായിരിക്കും. ഒരാൾ ഈ തിന്മയിൽ നിന്ന് പിടിച്ചു നിന്നാൽ സാത്വികന്മാരായ ആളുകൾ 50 ആളുകൾ ചെയ്ത നന്മയുടെ പ്രതിഫലം അല്ലേ. മദ്യപിക്കാനുള്ളൊരു അവസരമാണ് മുമ്പിൽ, ആരറിയുന്ന ആരും അറിയുന്നില്ല. വ്യഭിചരിക്കാനുള്ള അവസരമാണ്, ആരറിയുന്നു? ആരും അറിയുന്നില്ല, അള്ളാഹു അല്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടുകാരറിയോ, ഭാര്യ അറിയോ, മക്കളറിയോ? ആരും അറിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ മനസ്സ് പതറിപ്പോകുന്ന ഒരുപാട് ആളുകൾക്ക് അവരാരും ദുഃഖിക്കണ്ട. ഞാൻ അവരോടൊക്കെ പറയുന്നത്, പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇമ്രാത്തുൽ അസീസ് ആ രാജ്ഞിയോട് പറഞ്ഞില്ല, ഇസ്തഗ്ഫിരി ലിദംബിക്, നിൻ്റെ പാപങ്ങൾക്ക് അള്ളാഹിനോട് പൊറുക്കലിനെത്താണ്. ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തിന്മകളെ വെടിയുന്ന ഏറ്റവും വലിയ ആബിദായി മാറാനുള്ള പരിശ്രമം നിങ്ങൾക്കുണ്ടാകണമെന്നാണ്. ഇതാണ് പ്രവാചകൻ കൊടുത്ത ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, വർള ബിമാ ഖസമ അല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് തന്ന വിഹിതം, അതായത് എന്ത് വിഹിതമാണോ, മക്കളായി, ഭാര്യയായി, സന്താനമായി, ആരോഗ്യമായി ഒക്കെ തന്നെ, തകുന്ന ഖന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യമുള്ളവൻ, സമ്പത്തുള്ളവൻ നിങ്ങളാണ്. അള്ളാഹു വിധിച്ചത് എത്രയുണ്ടോ അത് മുഴുവൻ എനിക്ക് കിട്ടും. അള്ളാഹു വിധിക്കാത്ത ഒന്നുപോലും എനിക്ക് കിട്ടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുക. എന്തൊക്കെ എനിക്ക് കിട്ടിയാലും മനസ്സിന് സംതൃപ്തിയിലെ വട്ടപൂജ്യമാണ്. അതിൻ്റെ അർത്ഥം ഒന്നും സമ്പാദിക്കേണ്ട, ഒന്നും പരിശ്രമിക്കണം ഇല്ല, പരിശ്രമിച്ചു കൊണ്ടിരിക്കണം, എന്തിനും പരിശ്രമിക്കണം എന്നാണ്. ഇതുവരെ ഹജറ ബീവി മകന് ദാഹിച്ചപ്പോൾ വെള്ളത്തിന് വേണ്ടി സഫാ മറുവയുടെ ഇടയിൽ ഓടിയില്ലേ. അറിയപ്പെടുന്ന ഒരു കിണറും അവിടെ ഇല്ല, അറിയപ്പെടുന്നൊരു അരുവിയുമില്ല, ഒരു നദിയും ഒഴുകുന്നില്ല, ഒരു ചെറിയ ഒരു നീർച്ചാല് പോലും അവിടെയില്ല. പക്ഷെ ഓടി ശ്രമിക്കണം എന്നതാണ്. അവിടെയാണ് സംസം പിറവി കൊള്ളുന്നത്. ആ സംസം ആ അധ്വാനത്തിൻ്റെയും ആ പരിശ്രമത്തിൻ്റെയും ആ പ്രാർത്ഥനയുടെയും ആ മനസ്സിൽ തികട്ടി വന്ന അലിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ അടയാളമായി നമ്മുടെ മുന്നിലുണ്ടെന്ന്. നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ അള്ളാഹു എല്ലാം നമുക്ക് തരുമോ? ഇല്ല. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടുമോ? എല്ലാവർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും മതി വന്ന് ഈ ലോകം വിട്ടു പോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാം എന്തും നിങ്ങളുടെ റബ്ബിനോട്, മനസ്സിലായോ? പക്ഷെ ആ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നത് എന്താണോ വർള, സംതൃപ്തിയാവുക. അത് ഭാര്യയായി, ഭർത്താവായി, മക്കളായി നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ നിങ്ങൾ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴ്ന്നവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അള്ളാഹിനെ സ്തുതിക്കേണ്ട, അള്ളാഹിനെ ഇങ്ങനെ സ്തുതിച്ച് സമയം കളയുന്ന. കാരണം അതിനും മാത്രം സൗഭാഗ്യങ്ങളാണ് അള്ളാഹു മറ്റുള്ളവരെക്കാൾ ഒരുപക്ഷെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സതുപദേശം, ഒരു മനുഷ്യൻ രക്ഷപ്പെടാനും ഈ നൽകിയ ഉപദേശങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. അവൻ്റെ കാര്യം എന്തായി?
അവൻ്റെ കാര്യം രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് ഒട്ടകത്തെ അന്വേഷിച്ച് നടക്കുന്നവനോട് പറഞ്ഞില്ലേ, അവൻ എന്താ ചെയ്തത്? ഒട്ടകത്തെ കെട്ടിയിട്ടില്ല, മേയാൻ വിട്ടിട്ട് അവനെ കാണാണ്ടായപ്പോൾ അന്വേഷിക്കുക. മറിച്ച് ഒരു കയറിൽ ബന്ധിച്ച് അവിടെ നിന്ന് മേയുന്നതാണ് ഈ കയറിൽ ബന്ധിച്ച് അവൻ ചെയ്യേണ്ടത് അവൻ ചെയ്ത് എന്നാ. അപ്പോൾ നീ ചെയ്യേണ്ടതിന് ശേഷം തവക്കുൽ ചെയ്യുക എന്നാ. നമുക്ക് അള്ളാഹു തന്ന ആരോഗ്യത്തിൽ കുറവുണ്ടാകാം, അള്ളാഹു തന്ന ധനത്തിൽ കുറവുണ്ടാകാം, അള്ളാഹു നൽകിയ സന്താനങ്ങളിൽ കുറവുണ്ടാകാം, അള്ളാഹു നൽകിയ ഇണയിൽ കുറവുണ്ടാകാം. ഈ കുറവുകൾ സഹിക്കുന്ന ക്ഷമയുടെ ഒരു കാലം നിങ്ങൾക്ക് വരേണ്ട. അത് സഹിക്കുക, അതിൽ തൃപ്തിപ്പെടണമെന്ന്. അതാണ് വർളബിമാ ഖസമല്ലാഹു. അപ്പോൾ അതുകൊണ്ടാണ് നബി പറഞ്ഞത്, നിങ്ങളുടെ താഴ്ന്നവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങളുടെ മുകളിലുള്ളവനിലേക്ക് നോക്കിയാലോ നിങ്ങൾ ചിലപ്പോൾ ഈ അസംതൃപ്തിയായിട്ട് ജീവിക്കേണ്ടി വരും. തൻ്റെ ഒരു കാൽ നഷ്ടപ്പെട്ട അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിന് ഒരു കാലില്ലായിരുന്നു. ആ കാല് നഷ്ട അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാം? അള്ളാഹു എനിക്ക് 2 കൈയും 1 കാലും തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. അള്ളാഹു തന്നതിലുള്ള സംതൃപ്തി. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ വിലക്കിയ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ പടച്ചവൻ തന്ന അനുഗ്രഹങ്ങളിൽ തന്നതിൽ സംതൃപ്തിയുള്ളവരാകുക. പ്രവാചകൻ്റെ ഈ 2 വസിയത്തുകൾ ജീവിതത്തിൽ പെടുത്തുക. രാജാതിരാജനായ നാഥാ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഗസയിലും റഫയിലും പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്കെല്ലാം നീ അഭയവും ആശ്വാസവും നീ നൽകണേ തമ്പുരാനെ. അക്രമകാരികളിൽ നിന്നും ആ ജനതയെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ ഈമാനിനെ വർദ്ധിപ്പിച്ച് തരണമേ. ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് സന്തോഷങ്ങളെ കാണാനുള്ള അവസരം നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിന് നീ സമാധാനം നൽകണമേ. ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാപമോചനം നാഥ നീ സ്വീകരിച്ച് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ പെറ്റു വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല നാഥ. അവരിൽ പലരും നാഥ, അവരെ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. അവർക്ക് നീ പാപമോചനം നൽകണമേ. ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഞങ്ങളുടെ വാപ്പമാർ, ഉമ്മമാർ, അള്ളാഹുവേ, അവർക്കെല്ലാം നീ ആരോഗ്യവും ആയുസ്സും നൽകണമേ തമ്പുരാനെ. അവർ തൃപ്തിപ്പെടുന്ന മക്കളായി നീ ഞങ്ങളെ സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ രാജ്യത്തിന് നല്ല ഭരണാധികാരികളെ നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നാഥാ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങളേർപ്പെട്ടിട്ടുള്ള ജോലികൾ, അതിൽ ഞങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകണമേ. അള്ളാഹുവേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ മനസ്സുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഞങ്ങളിൽ ഓരോരുത്തർക്കും ഓരോരോ പ്രയാസങ്ങളാണ് നാഥ. ആ ഓരോരോ പ്രയാസങ്ങളും കൃത്യമായി അറിയുന്നവനാണ് നാഥ നീ. ഞങ്ങളുടെ ആ ഓരോരോ പ്രയാസങ്ങളും ആ സങ്കടങ്ങളും വ്യതകളും അള്ളാഹുവേ നീ നീക്കിത്തരണേ തമ്പുരാൻ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾ എല്ലാവരിലുമുണ്ട് നാഥ. പടച്ചവനെ, ആ ശാരീരികമായ വേദനയും അസ്വസ്ഥതയും പ്രയാസങ്ങളും രോഗവുമെല്ലാം നീ ശിഫയാക്കി നൽകണമേ തമ്പുരാൻ. അള്ളാഹുവെ, ഞങ്ങളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരായ ആളുകൾ പലരും അള്ളാഹുവെ മരണപ്പെട്ടു പോയി. അതാ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ തമ്പുരാൻ. അവർ പഠിപ്പിച്ച നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ നീ ഞങ്ങൾക്ക് സഹായിക്കണേ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഗുരുനാഥന്മാർ അള്ളാഹുവെ, അവർക്ക് നീ നന്മകൾ വർഷിപ്പിക്കണമേ തമ്പുരാൻ. പഠിച്ചവനെ, ഞങ്ങൾ വളർത്തി വലുതാക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ട്. ഞങ്ങൾ ആഹാരം കൊടുക്കുന്ന, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന, സ്നേഹം നൽകുന്ന, ഞങ്ങളുടെ സമയം നൽകുന്ന ഞങ്ങളുടെ മക്കൾ പടച്ചവനെ ഈ ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മക്കളാക്കി തീർക്കണമേ തമ്പുരാൻ. പടച്ചവനെ, ഞങ്ങൾ അബദ്ധങ്ങളും വീഴ്ചകളും ന്യൂനതകളും സംഭവിക്കുന്ന ആളുകളാണ് നാഥ. ഞങ്ങളുടെ അബദ്ധങ്ങളും വീഴ്ചകളും ന്യൂനതകളും നാഥ നീ പുറത്തു മാപ്പാക്കി നൽകണമേ തമ്പുരാൻ. അള്ളാഹുവെ, നീ ഇതല്ലാത്ത ഒരു ചില്ലിക്കാശ് പോലും നാഥ ഞങ്ങൾക്കില്ല. നീ നൽകിയതാണ് ഞങ്ങളുടെ ആരോഗ്യം, നീ നൽകിയതാണ് ഞങ്ങളുടെ സമ്പത്ത്, നീ നൽകിയതാണ് ഞങ്ങളുടെ കുടുംബജീവിതം, നീ നൽകിയതാണ് ഞങ്ങളുടെ മക്കൾ. പടച്ചവൻ, അതിലെല്ലാം നീ ബർക്കത്തിനെ നൽകണമേ. നിന്റെ കാരുണ്യത്തെ നീ ഞങ്ങളിൽ വർഷിക്കണമേ തമ്പുരാനെ. നീ നൽകിയ സമ്പത്ത് അല്ലാഹുവേ, നിന്റെ ഇഷ്ടമാർഗങ്ങളിൽ ചിലവഴിക്കാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ലുബ്ധതയും പിശുക്കും നാഥാ നീ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കിക്കളയണമേ തമ്പുരാനെ. അല്ലാഹുവേ,
നീ സത്യസന്ധമായി ജീവിച്ച ആളുകൾക്ക്, സൽക്കർമ്മികളായി ജീവിച്ച ആളുകൾക്ക്, സ്വാദിക്യങ്ങളായി ജീവിച്ച ആളുകൾക്ക്, സ്വാലിഹ്യങ്ങളായി ജീവിച്ച ആളുകൾക്ക് ഒരുക്കി വെച്ച സ്വർഗപ്പൂങ്കാവനമുണ്ടല്ലോ, ശാശ്വത ലോകത്ത് സ്വർഗപ്പൂങ്കാവനം നാഥ, അതിലൊരിടം ഞങ്ങൾക്ക് തന്നു നീ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أحياء منهم الأموات اللهم أحيا الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.